ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് പട്ടാളം കടന്നു കയറിയാൽ അവർ അത് പറയില്ല. പകരം അവർ പറയും അത് ചൈനക്കാരുടെ ഭൂമിയാണെന്ന്, ചൈനക്കാരും നമ്മുടേതാണെന്ന് നമ്മളും പറയുന്നു എന്ന്. സ്വന്തം രാജ്യത്തെ സൈനികരേക്കാൾ ചൈനയുടെ വിപുലീകരണ നയത്തെ സ്നേഹിച്ച സഖാക്കൾക്ക് ഒടുവിൽ ചൈന തന്നെ പണി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ ചൈന പാടെ അവഗണിച്ചിരിക്കുന്നു. CPM നേതാക്കളുടെ കയ്യിലല്ല, മറിച്ച് RSS മേധാവി മോഹൻ ഭാഗവത്തിന്റെ കയ്യിലാണ് ഇന്ത്യയുടെ റിമോട്ട് കൺട്രോൾ എന്ന് ചൈന പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. ചങ്കിലെ ചൈന എന്ന് പാടി നടന്നവർക്ക് ഇപ്പോൾ ചൈനയുടെ ചങ്കിലല്ല, കാലിന്റെ ചുവട്ടിൽ പോലും ഇടവില്ലേ. സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തമായ ഇന്റർനാഷണൽ ലൈസൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വൈസ് മിനിസ്റ്ററായ സുൻ ഹയ്യാൻ ഇന്ത്യയിലെത്തി. സഖാക്കൾ കരുതി പതിവ് പോലെ ചൈനീസ് പ്രതിനിധികൾ AKG സെന്ററിലേക്കൊക്കെ വിരുന്നിനെത്തുമെന്ന്. എന്നാൽ സുൻ ഹയ്യാൻ പോയത് നേരെ എങ്ങോട്ടേക്കാണെന്നോ? നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്തിലേക്ക്, BJPയുടെ ആസ്ഥാനത്തിലേക്ക്. കഷ്ടിച്ച് മാസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ പോയി ഇവരെ കൊണ്ട് പല്ലിളിച്ച് കാണിച്ച MA ബേബിയോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളെയോ ഇവർ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വെറും അപ്രസക്തരായ ആൾക്കൂട്ടം മാത്രമാണെന്ന് ചൈന ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കേണ്ടത്. 1962 യുദ്ധകാലത്ത് ചൈനയെ തള്ളിപ്പറയാൻ മടിച്ചവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ചിന്താ ജെറോമിനെ പോലെയുള്ളവരൊക്കെ ചങ്കിലെ ചൈന എന്ന പേരിൽ പുസ്തകവും എഴുതി ഇവിടുത്തെ യുവാക്കളെയൊക്കെ ചൈനീസിന്റെ അടിമകളാക്കാൻ നോക്കി. പാർട്ടി റിപ്പോർട്ടുകളിൽ ഇന്നും അമേരിക്കയെ തകർക്കുന്ന ചൈനീസ് വീരഗാഥകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്നിട്ടും എന്തുണ്ടായി? സുൻ ഹയ്യാൻ ഡൽഹിയിൽ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരെ കാണാൻ ക്യൂ നിൽക്കേണ്ടി വന്നു. അവരങ്ങോട്ട് ചെന്ന് കണ്ടില്ല. ഇതിലും വലിയൊരു നാണക്കേട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചരിത്രത്തിൽ ഇനി വരാനുമില്ല. എന്തുകൊണ്ടാണ് ചൈന ഈ കൂടുമാറ്റം നടത്തിയത്? കാരണം ചൈനയ്ക്ക് ഇപ്പോൾ തിരിച്ചറിവുണ്ട്, ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. കമ്മ്യൂണിസ്റ്റുകളുടെ പുറകെ നടന്നാൽ ഇന്ത്യയുമായി ഒരു ബിസിനസ് നടക്കില്ല. ഷീ ജിൻപിങ്ങിന് അറിയാം, 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മഞ്ഞും ഉരുകി തുടങ്ങിയതാണ്. കൈലാസ് മാനസ് സരോവർ യാത്ര പുനരാരംഭിച്ചതും വിസ നിയന്ത്രണങ്ങൾ നീക്കിയതും ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ ചൈനയ്ക്ക് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവർക്ക് ചർച്ച നടത്താൻ വേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന BJPയെയും അതിനെ നയിക്കുന്ന RSSനെയുമാണ്, അല്ലാതെ വാല് മുറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയല്ല. കനലൊരു തരി എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഇവരെ ആർക്ക് വേണമെന്നാണ് പറയുന്നത്? പിന്നീടാണ് ചൈന. പക്ഷേ ചൈനീസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സഖാക്കൾ വെറും പാവകൾ മാത്രമാണ്. ഇന്ത്യയുടെ അഖണ്ഡതയേക്കാൾ കൂടുതൽ ചൈനയെ വിശ്വസിച്ചവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ചൈനീസ് ലൈസൻ കമ്മിറ്റി പോലും തിരിച്ചറിഞ്ഞു, ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ചുവപ്പുകൊടിയല്ല, ചുവപ്പുകൊടി ഇവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത്, മറിച്ച് കാവി പതാകയാണ് എല്ലാത്തിനും വികസനത്തിനും കാരണം. ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒന്ന് കണ്ണു തുറക്കണേ. സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു രാജ്യത്തെ ആരാധിച്ചാൽ ഒടുവിൽ ആ രാജ്യം പോലും നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും. ചൈന ഇപ്പോൾ ഇന്ത്യയുടെ വികസന കുതിപ്പിനെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മോഹൻ ഭാഗവതിനെ കാണാനായി ഓടിയെത്തിയത്. സഖാക്കളെ, നിങ്ങളുടെ ചങ്കിലെ ചൈന ഇപ്പോൾ നാഗ്പൂരിലാണ്.